കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബട്ടൺ ക്ലിക്സ് അല്ലേ 100 ബട്ടൺ ഇത്ര ടൈംസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വരുന്ന ഓരോ നമ്പറുകൾ ഏതാണ് എന്നതിനെ കുറിച്ചൊക്കെ പഠിച്ചിരുന്നു. അതേ രീതിയിൽ ഈ 321 എന്ന് പറയുന്ന ഒരു നമ്പറിനെ നമുക്ക് എങ്ങനെ ഡിഫറെന്റ് ബട്ടൺ ക്ലിക്സിന്റെ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും? 321 can be written as 3 into 100 plus 2 into 10 plus 1 into 1. We need to click the 100 button 3 times, 10 button 2 times and 1 button 1 times. അല്ലേ? 300 button 3 times click ചെയ്യുമ്പോൾ ഏത് നമ്പർ വരും? 300. And 10ന്റെ ബട്ടൺ 2 times click ചെയ്യുമ്പോഴോ we got 20. 1ന്റെ ബട്ടൺ 1 times ആകുമ്പോൾ 1. So the answer is 321. 321 എന്നൊരു നമ്പർ കിട്ടാൻ we can press the buttons like this. ഇതല്ലാതെ മറ്റൊരു രീതിയിൽ എങ്ങനെ ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും? വേറെ ബട്ടൺ ക്ലിക്സിന്റെ രൂപത്തിൽ മറ്റൊരു രീതിയിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും? വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 10ന്റെ ബട്ടൺ 32 ടൈംസ് ക്ലിക്ക് ചെയ്യാം അല്ലെ? 10ന്റെ ബട്ടൺ 32 ടൈംസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏത് നമ്പറാ വരുന്നത്? 320 വരും. പിന്നെ then 1 into 1. 1 button 1 times. അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? We got the same number 321. ഒരേ നമ്പറിനെ തന്നെ ഡിഫറെന്റ് ബട്ടൺ ക്ലിക്സിന്റെ രൂപത്തിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ മറ്റൊരു നമ്പർ തരാം, 5072. ഹൗ ടു റെപ്രസെന്റ് ദിസ് നമ്പർ 5072? ആദ്യത്തത് നമുക്ക് പ്ലേസ് വാല്യൂ സിസ്റ്റം അനുസരിച്ച് എഴുതാൻ സാധിക്കും. അതായത് 5 into 1000 plus 0 into 100 plus 7 into 10 plus 2 into 1. അതായത് 1000 ബട്ടൺ 5 times. അപ്പൊ 5000 കിട്ടും. Then 10 button 7 times. Then we got 70. And 1 button 2 times. So the number is 5072. പിന്നെ മറ്റൊരു രീതിയിൽ എങ്ങനെ എഴുതാം? നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ 1000ന്റെ ബട്ടൺ ഒരു 3 times ക്ലിക്ക് ചെയ്തൂടെ? 1000ന്റെ ബട്ടൺ 3 times ക്ലിക്ക് ചെയ്യാം. ദാറ്റ് ഈസ് 3 into 1000 പ്ലസ്. അപ്പം 3000 ആയുള്ളൂ. 3000 വരും. Now we need 2000 അല്ലേ? ടോട്ടൽ 5000 ആണ് വേണ്ടുന്നത്. അപ്പൊ അവിടെ 3000 ആയി. Now 2000 വേണമെങ്കിൽ we can press the 100 button 20 times. 100 button 20 times ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ ഏതാണ്? We got 2000. Then 1 button 72 times അല്ലേ? So we got 72. അപ്പോഴും ഏതാണ് ആൻസർ കിട്ടുന്നത്? We got 5072. 1000 button 3 times, 100 button 20 times and 1 button 72 times. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത് സെയിം നമ്പർ തന്നെയാണ്, 5072. ഇതേ രീതിയിൽ ഈ എക്സ്പ്രഷനെ വീണ്ടും മാറ്റി എഴുതാം. വേണമെന്നുണ്ടെങ്കിൽ 2 into 1000. 1000 ബട്ടൺ 2 ടൈംസ് ക്ലിക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 100 ബട്ടൺ 30 ടൈംസ് ക്ലിക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ 100 ബട്ടൺ 20 ടൈംസ് ആണെന്നുണ്ടെങ്കിൽ 10ന്റെ ബട്ടൺ 100 ടൈംസ് ക്ലിക്ക് ചെയ്യുമ്പോഴും നമുക്ക് അടുത്ത നമ്പർ കിട്ടും. അങ്ങനെ ബട്ടൺ ക്ലിക്സുകൾ ഡിഫറെന്റ് ആക്കി കഴിയുമ്പോൾ ഈ ഓരോ നമ്പറിനും ഓരോ എക്സ്പ്രഷൻസും നമുക്ക് കിട്ടും. ഓക്കെ, now we can do the figure it out problem in page number 6. For each number given below, write expression for at least 2 different ways to obtain the number through button clicks. ഈ തന്നിരിക്കുന്ന ഓരോ നമ്പറിനെയും ഡിഫറെന്റ് ബട്ടൺ ക്ലിക്സിന്റെ രൂപത്തിൽ മിനിമം 2 എക്സ്പ്രഷൻസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. Now the first one is 8300. So 8300 ആദ്യം നമുക്ക് പ്ലേസ് വാല്യൂ സിസ്റ്റം അനുസരിച്ച് തന്നെ എഴുതാം. That is 8 into 1000 plus 3 into 100. So the next, 1000 ബട്ടൺ 8 ടൈംസ് പ്രസ് ചെയ്യുന്നതിനേക്കാളും 1000 ബട്ടൺ നമുക്ക് വേണമെങ്കിൽ 6 ടൈംസ് പ്രസ് ചെയ്യാം. 1000 ബട്ടൺ 6 ടൈംസ് പ്രസ് ചെയ്യുമ്പോൾ we got the number 6000. ഇവിടെ 8000 ആണ്. അപ്പോൾ ഒരു 2000 കൂടെ കൂടുതൽ ആവശ്യമുണ്ട്. സോ 2000 കിട്ടാൻ വേണമെങ്കിൽ നമുക്ക് 100 ബട്ടൺ
20 ടൈംസ് പ്രസ് ചെയ്യാം, അതല്ലെങ്കിൽ 10 ബട്ടൺ 200 ടൈംസ്. അത് ഏത് വേണമെങ്കിലും എഴുതാം. സോ വി ക്യാൻ റൈറ്റ് ദ 100 ബട്ടൺ 20 ടൈംസ് പ്ലസ് ഇനി വേണ്ടുന്നത് എന്താണ്? 300 ആണ്. 300 എന്ന് പറയുമ്പോൾ അവിടെ വേണമെങ്കിലും ഇതിന്റെ കൂട്ടത്തിൽ അത് എഴുതാം. 100 ബട്ടൺ 3 ടൈംസ്. അപ്പൊ 23 into 100 എന്ന് എഴുതിയാലും ഇത് കറക്റ്റ് ആണ്. അതല്ല എന്നുണ്ടെങ്കിൽ 10ന്റെ ബട്ടൺ 30 ടൈംസ്. So 30 ടൈംസ് ഓഫ് ദ ബട്ടൺ 10. ആ രീതിയിലാണ് ആ എക്സ്പ്രഷൻ എഴുതുന്നത്. Now for the next one, 40,629. First we need to write the same as that of the place value system. That is 4 into 10,000 plus 6 into 100 plus 2 into 10 plus 9 into 1. Now 4 into 10,000, or we can write that as 40 into 1000. മറ്റൊരു രീതിയിൽ എഴുതുമ്പോൾ we can write that 40 into 1000 plus 629 ആണ്. So for getting 600, we can write 62 into 10. അല്ലെ, 62 into 10 എന്ന് പറയുമ്പോൾ 620. 40 into 1000 എന്ന് പറയുമ്പോൾ 40,000. 10ന്റെ ബട്ടൺ 62 ടൈംസ് പ്രസ് ചെയ്യുമ്പോൾ 620. And then 9 into 1. അത് അങ്ങനെ തന്നെ റെപ്രസെന്റ് ചെയ്യാം, 9 into 1. So we got the same number, 40,629. Now the next one, 56,354. First we can write as that of the place value. That is 5 into 10,000 plus 6 into 1000 plus 3 into 100 plus 5 into 10 plus 4 into 1. Now 5 into 1000, that is 50,000. We can write ഇത് രണ്ടും കൂടെ ചേർത്ത് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് 56 into 1000 എന്നും എഴുതാം, അല്ലെ. 56 into 1000, അപ്പൊ 56,000 ആകും. പ്ലസ് 300, 510. So we can write that as 35 into 10. So 350 ആവും. 35 into 10 plus 4 into 1. Or we can write 3 into 100 plus 54 into 1. അങ്ങനെയും എഴുതാം. Now the next one, 66,666. So we can write that 6 into 10,000 plus 6 into 1000 plus 6 into 100 plus 6 into 10 plus 6 into 1. Or we can write it as 6 into 10,000. അത് അങ്ങനെ തന്നെ കൊടുക്കാം. Plus 6 into 1000 and 6 into 100. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് 66 into 100 എന്ന് എഴുതാം, അല്ലെ. 66 into 100, അപ്പോൾ 6,600 ആകും. 66 into 100 plus 66 into 1. അത് എങ്ങനെ വേണമെങ്കിലും ഈ ഇതും കൂടെ ചേർത്ത് ഒരുമിച്ച് എഴുതാം, അടുത്ത രണ്ടെണ്ണം കൂടെ ചേർത്ത് ഒരുമിച്ച് എഴുതാം. എങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് 6 into 10,000 പകരം 4 into 3 into 10,000 എന്ന് എഴുതാം. അപ്പൊ ആ ബാലൻസ് വരുന്നത് ഈ 1000ലേക്ക് ആഡ് ചെയ്തും അങ്ങനെ വേണമെങ്കിലും. അപ്പൊ എഴുതി നോക്കുമ്പോൾ ഇതേപോലെ ഒന്ന് എഴുതി നോക്കിയാൽ അത് തെറ്റാതെ ഇരിക്കും. ആ ടോട്ടൽ സം വരുന്ന നമ്പർ ഈ സെയിം നമ്പർ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. Now the last one, 3,67,813. So in place value system അനുസരിച്ച് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 3 into 1 lakh plus 6 into 10,000 plus 7 into 1000 plus 8 into 100 plus 1 into 10 plus 3 into 1. Now we can combine these two, that is 36 into 10,000 plus 78 into 100. So 7,800 ആയി. 7,000 ആകും, 800 ആകും. 78 into 100 plus 13 into 1. ഓക്കെ, ഇത് എങ്ങനെ വേണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ആദ്യത്തത് അങ്ങനെ തന്നെ എഴുതാം. 3 into 1 lakh എന്ന് എഴുതിയിട്ട് then 67 into 1000 എന്ന് വേണമെങ്കിൽ എഴുതാം. 81 into 10 എന്ന് എഴുതാം. 3 into 1. ഓക്കെ, ഏത് രീതിയിലും കമ്പൈൻ ചെയ്ത് എഴുതാൻ സാധിക്കും. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ ഈ ഓരോ എക്സ്പ്രഷൻ എഴുതിയപ്പോഴും ഇവിടെ 1000 ബട്ടൺ
8 ടൈംസ് ആണ് ക്ലിക്ക് ചെയ്തത്. ഇവിടെ 100 ബട്ടൺ 3 ടൈംസ് ആണ് ക്ലിക്ക് ചെയ്തത്. അപ്പൊ ഈ നമ്പർ കിട്ടാൻ ടോട്ടൽ നമ്പർ ഓഫ് ക്ലിക്സ് എത്ര വേണ്ടി വന്നു? 8 plus 3, that is 11 number of button clicks അല്ലേ? 8 plus 3 is 11. 11 number of button clicks ആണ് അവിടെ യൂസ് ചെയ്തത്. അപ്പൊ അതിനെ മറ്റൊരു രീതിയിൽ എക്സ്പ്രസ് ചെയ്തപ്പോൾ അവിടെ ടോട്ടൽ നമ്പർ ഓഫ് ബട്ടൺ ക്ലിക്സ് എത്ര വന്നു? 6 plus 20 plus 30. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ബട്ടൺ ക്ലിക്സ് 56. 56 ആണ് അവിടെ വന്ന ബട്ടൺ ക്ലിക്സ്. ഇനി അടുത്ത നമ്പർ നോക്കിയേ. 4 plus 6 plus 2 plus 9. That is equal to 21 ബട്ടൺ ക്ലിക്സ് കൊണ്ടാണ് നമ്മൾ ആ നമ്പറിനെ റെപ്രസെന്റ് ചെയ്തത്. ആ സെയിം നമ്പറിനെ തന്നെ മാറ്റി എഴുതിയപ്പോൾ അവിടെ എത്ര ബട്ടൺ ക്ലിക്സ് യൂസ് ചെയ്തു? 40 plus 62 plus 9. That is 111. 111 ബട്ടൺ ക്ലിക്സ് ആണ് അവിടെ യൂസ് ചെയ്തത്. അടുത്ത നമ്പർ ഓഫ് പ്ലേസ് വാല്യൂ സിസ്റ്റം അനുസരിച്ച് എഴുതിയപ്പോൾ ബട്ടൺ ക്ലിക്സ് എത്ര വന്നു? 5 plus 6 plus 3 plus 5 plus 4. 23 button clicks, and here the total number of button clicks is 56 plus 35 plus 4, 95 button clicks ആണ് അവിടെ യൂസ് ചെയ്തത്. അതേ രീതിയിൽ ഇവിടെ വന്നേക്കുന്ന ബട്ടൺ ക്ലിക്സ് 30 ആണ്, and here it is 138, and ഇവിടെ number of button clicks യൂസ് ചെയ്തേക്കുന്നത് 28, and here number of button clicks is 127. അപ്പൊ ഇവിടെ ലീസ്റ്റ് നമ്പർ ഓഫ് ബട്ടൺ ക്ലിക്സ് കിട്ടിയേക്കുന്നത് എപ്പോഴാണ്? when the number is expressed as their place value അല്ലെ? പ്ലേസ് വാല്യൂവിനനുസരിച്ച് ആ നമ്പറിനെ റെപ്രസെന്റ് ചെയ്തപ്പോഴാണ് നമുക്ക് ദ സ്മോളസ്റ്റ് നമ്പർ ഓഫ് ബട്ടൺ ക്ലിക്സ് കിട്ടിയത്. അതല്ലാതെ മറ്റൊരു രീതിയിൽ റെപ്രസെന്റ് ചെയ്തപ്പോൾ നമ്പർ ഓഫ് ബട്ടൺ ക്ലിക്സ് ഒരുപാട് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത് അല്ലെ? നല്ല വ്യത്യാസമുണ്ട്. 11ഉം 56ഉം 21ഉം 111 23 95 അങ്ങനെ ഒരുപാട് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ സ്മോളസ്റ്റ് നമ്പർ ഓഫ് ബട്ടൺ ക്ലിക്സിൽ ഒരു നമ്പറിനെ റെപ്രസെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി നീഡ് ടു റെപ്രസെന്റ് ദാറ്റ് നമ്പർ ഇൻ ദ ഫോം ഓഫ് എ പ്ലേസ് വാല്യൂ സിസ്റ്റം. പ്ലേസ് വാല്യൂ സിസ്റ്റം അനുസരിച്ച് അതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോഴാണ് നമുക്ക് സ്മോളസ്റ്റ് നമ്പർ ഓഫ് ബട്ടൺ ക്ലിക്സിൽ ആ നമ്പറിനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നത്.